ഹായ് ഓൾ, വെൽക്കം ടു അമ്മൂസ് ആൻഡ് അപ്പൂസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിന്നൊരു തനി നാടൻ മീൻകറിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം പല രീതിയിലുള്ള മീൻകറികളൊക്കെ വെക്കുന്നത് നമ്മൾ വീഡിയോയിലൂടെയും അല്ലാതെയും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണോ മീൻകറി വെക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുകയും വേണം. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേളാപ്പാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1 കിലോ മീനുണ്ട്, വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. വെളിച്ചെണ്ണ ആവശ്യത്തിന്, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, കറിവേപ്പില, കുടംപുളി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പം നമുക്ക് മീൻകറി വെക്കുന്നതിനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. സാധാരണ ഞാൻ വേറൊരു പാനിനകത്തോട്ട് മസാല ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് വഴറ്റേണ്ട കാര്യമില്ല. വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ. ഇതേപോലെ ആയി കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂത്തില്ല എന്നുണ്ടെങ്കിൽ മീൻകറിക്ക് ഒരു പച്ച മണം ഫീൽ ചെയ്യും. അതോടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം നമുക്ക് മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുടംപുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കണം. അപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. സ്പൂണൊന്നും യൂസ് ചെയ്യണ്ട. അതിനുശേഷം നമുക്ക് ഒരു 15 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. മീൻ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് എടുത്ത് കറക്കി ചുറ്റിച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചാറ് വറ്റിച്ചെടുക്കാം. ചാറ് നന്നായി വറ്റിയ ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി മീതെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഓരോന്നും വിലപ്പെട്ടതാണ്.